നമസ്തേ, ഞാൻ റജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 9ാം സ്റ്റാൻഡേർഡിലെ പക്ഷി और ദീമക് എന്ന കഥയുമായി ബന്ധപ്പെട്ടുള്ളതായ വർക്ക്ഷീറ്റുകളാണ് പരിചയപ്പെടുന്നത്. പക്ഷി और ദീമക് എന്ന ഈ കഥയുമായി ബന്ധപ്പെട്ട് 7 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, പക്ഷി और ദീമക് कैसी रचना है, അല്ലെങ്കിൽ പക്ഷി और ദീമക് किस विधा की रचना है. പക്ഷി और ദീമക് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം കഹാനി, കഥ. ചോദ്യം 2, പക്ഷി और ദീമക് के രചയിതാ कौन है. പക്ഷി और ദീമക് എന്ന കഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം മുക്തിബോധ്. ചോദ്യം 3, ഉസ്നെ മേ നിഹിത് സർവനാം ക്യാ ഹെ. ഉസ്നെ എന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രോനൗൺ ഏതാണ്? ഉത്തരം വഹ്. അതിനെ ഉസ്നെ എന്നതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വഹ് പ്ലസ് നേ എന്നാണ് മാറുന്നത്. വഹ് പ്ലസ് നേ ഉസ്നെ. ചോദ്യം 4, ഘന ജംഗൽ മേ വിശേഷൺ ക്യാ ഹെ. ഘന ജംഗൽ എന്നതിൽ ആഡ്ജക്റ്റീവ് ഏതാണ്? ഉത്തരം ഘന. ചോദ്യം 5, നൗജവാൻ പക്ഷി के पास दीमकों के ढेर हो गए कैसे. യുവാവായ പക്ഷിയുടെ അടുക്കൽ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി. എങ്ങനെ? उत्तरम नौजवान पक्षी खूब मेहनत करके जमीन से दीमकें चुन चुनकर खाने के बजाय उन्हें इकट्ठा करने लगा. യുവാവായ പക്ഷി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് തറയിൽ നിന്ന് ചിതലുകളെ ശേഖരിച്ച് തിന്നുന്നതിന് പകരം അവയെ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. इसलिए नौजवान पक्षी के पास दीमकों के ढेर हो गए. അതുകൊണ്ടാണ് യുവാവായ പക്ഷിയുടെ അടുക്കൽ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായത്. ചോദ്യം 6, നൗജവാൻ പക്ഷി अपने पंख देकर दीमक लेता है. യുവാവായ പക്ഷി തന്റെ തൂവലുകൾ നൽകി പകരം ചിതലുകളെ വാങ്ങുന്നു. യഹാ നൗജവാൻ പക്ഷി കാ कौन सा മനോഭാവ പ്രകട होता है. ഇവിടെ യുവാവായ പക്ഷിയുടെ ഏതു മനോഭാവമാണ് വ്യക്തമാകുന്നത്? ഉത്തരം യഹാ നൗജവാൻ പക്ഷി കാ ആലസി മനോഭാവ പ്രകട होता है. ഇവിടെ യുവാവായ പക്ഷിയുടെ അലസ മനോഭാവമാണ് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഈ ഉത്തരം ഇങ്ങനെയും എഴുതാം, യഹ നൗജവാൻ പക്ഷി കാ മെഹനത് കിയെ ബിനാ ആസാനി സെ ഖാന ഖാനെ കാ മനോഭാവ് പ്രകട होता है. ഇവിടെ യുവാവായ പക്ഷിയുടെ അധ്വാനിക്കാതെ എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള മനോഭാവമാണ് പ്രകടമാകുന്നത്. ചോദ്യം 7, आज की ഭക്ഷ്യ സംസ്കൃതി വിഷയ पर एक ലഘു ലേഖ ലിഖേ. ഇന്നത്തെ ഭക്ഷ്യ സംസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക. തീർച്ചയായും ഹെഡിങ് കൊടുത്തിരിക്കണം. ഈ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിന് ഹെഡിങ് ആജ് കി ഭക്ഷ്യ സംസ്കൃതി, ഇന്നത്തെ ഭക്ഷ്യ സംസ്കാരം. സ്വസ്ഥ സമാജ് കെ ലിയേ സ്വസ്ഥ ഭക്ഷ്യ സംസ്കൃതി അനിവാര്യ ഹെ. ആരോഗ്യമുള്ള സമൂഹത്തിന് വേണ്ടി ആരോഗ്യമുള്ള ഭക്ഷണ സംസ്കാരവും അനിവാര്യമാണ്. ലേക്കിൻ വർത്തമാൻ സംസാർ മേ സബ് കുച്ച് ബദൽ രഹാ ഹെ. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. पहले हम अपने आसपास से मिलने वाली सब्जियां, फल, धान आदि खाया करते थे. മുൻപ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നതായ മലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ, അതുപോലെ പഴങ്ങൾ, ധാന്യങ്ങൾ ഇവയൊക്കെയാണ് കഴിച്ചിരുന്നത്. ബദൽത്തെ ജീവൻ പരിവേഷ് മേ ഖേത്തി കർനെ സെ ഹം വിമുഖ് ഹോ രഹേ ഹെ. മാറി വരുന്ന ജീവിത ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യുന്നതിൽ നമ്മൾ വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്നു. साथ साथ बड़ी बड़ी कंपनियां विज्ञापन के द्वारा हमारे मन और मस्तिष्क को बदला रही हैं. ഒപ്പം വലിയ വലിയ കമ്പനികൾ പരസ്യങ്ങൾ മുഖാന്തരം നമ്മുടെ മനസ്സിനെയും തലച്ചോറിനെയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. हम अपने स्वाभाविक भोजन को छोड़कर बनावटी चीजों के पीछे भाग रहे हैं. നമ്മൾ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണത്തെ ഉപേക്ഷിച്ച് കൃത്രിമ ഭക്ഷണങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ശുരുമേ വേ ഹമാരെ ലിയേ രോചക് വ രസീലി ലഗ്തി ഹെ. തുടക്കത്തിൽ നമുക്ക് അത് വളരെ രുചികരവും രസകരവും
ആയി തോന്നുന്നു. ലേക്കിൻ അന്തമേ ഉസ്കാ പരിണാം ബഡാ ഭയാനക് ബൻതാ ഹൈ. എന്നാൽ അവസാനം അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് വളരെ ഭയാനകമായിരിക്കും. ഹമാരാ സ്വാസ്ഥ്യ ബിഗഡ്താ ഹേ, നമ്മുടെ ആരോഗ്യം വഷളാകുന്നു. ശാരീരിക് മാനസിക് ഏവം ആർത്ഥിക് രൂപ സേ ഹം പരാസ്ത് ഹോത്തെ ഹേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ രീതിയിൽ നമ്മൾ പരാജയപ്പെടുന്നു. इसलिए आजकल की भक्ष्य संस्कृति जरूर बदलना चाहिए. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണ സംസ്കാരം തീർച്ചയായും മാറേണ്ടതുണ്ട്. ചോദ്യം 8 സഹി മിലാൻ കരേ. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. नौजवान पक्षी का समूह गाड़ी वाला चिल्लाकर कहता है ऊंचाई पर उड़ने वाले पक्षी की नौजवान पक्षी ने जमीन पर. വലസൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. चलती हुई एक बैलगाड़ी को देखा, निगाहें बड़ी तेज थी कि दो दीमकें लो एक पंख दो, खूब ऊंचाई पर उड़ता जा रहा था. उत्तरम नौजवान पक्षी का समूह खूब ऊंचाई पर उड़ता जा रहा था. നവജവാൻ പക്ഷിയുടെ യുവാവായ പക്ഷിയുടെ ആ കൂട്ടം, യുവാവായ പക്ഷി ഉൾപ്പെടുന്നതായ കൂട്ടം വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്നു. गाड़ी वाला चिल्लाकर कहता है कि दो दीमकें लो एक पंख दो. വണ്ടിക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, രണ്ട് ചിതലുകൾ എടുക്കൂ, പകരം ഒരു തൂവൽ തരൂ. ഊഞ്ചായി पर उड़ने वाले पक्षी की निगाहें बड़ी तेज थी. ഉയരത്തിൽ പറക്കുന്നതായ പക്ഷികളുടെ നോട്ടം വളരെ ഷാർപ്പായിരുന്നു. നവജവാൻ പക്ഷി ने जमीन पर चलती हुई एक बैलगाड़ी को देखा. യുവാവായ പക്ഷി തറയിൽ കൂടി പോയിക്കൊണ്ടിരുന്നതായ ഒരു കാളവണ്ടി കണ്ടു. അടുത്ത ചോദ്യം സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനാണ്. നമ്മൾ TV എന്നതായ സ്ക്രിപ്റ്റ് അഥവാ പട്കഥ കണ്ടതാണല്ലോ. അവയിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വിശദീകരണം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ പാഠം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എങ്കിലും പട്കഥ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഒന്നുകൂടി പറയുന്നു. പട്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്, തിരക്കഥ, ദൃശ്യ, സ്ഥാൻ, സമയ, പാത്ര, ദൃശ്യകാലേഖ വിവരൺ, സംവാദ്. അതായത് സീൻ നമ്പർ കൊടുക്കണം, സ്ഥലം വേണം, സമയം, അതുപോലെ കഥാപാത്രങ്ങൾ. ഈ ദൃശ്യത്തിൽ, ഈ ഷോട്ടിൽ എന്താണ് ഉൾപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ലേഖ വിവരണം. അതിൽ കഥാപാത്രങ്ങളുടെ വേഷവിധാനം, അവരുടെ ഭാവം, ഇതെല്ലാം ഉൾപ്പെടുത്താം. ഇതിന് ശേഷമാണ് നമ്മൾ ഡയലോഗ് ഉൾപ്പെടുത്തുന്നത്. ഡയലോഗ് സ്വാഭാവിക് और പാത്ര അനുകൂൽ होना चाहिए. ഡയലോഗ് വളരെ നാച്ചുറൽ ആയിരിക്കണം, കഥാപാത്രത്തിന് ചേരുന്ന രീതിയിൽ ആയിരിക്കണം. ചോദ്യം 9 നൗജവാൻ പക്ഷി ദീമകോं को बैठोरकर गाड़ी वाले के पास आया. യുവാവായ പക്ഷി ശിഥിലകളെ ശേഖരിച്ചുകൊണ്ട് വണ്ടിക്കാരന്റെ അടുക്കൽ വന്നു. इन दोनों के बीच होने वाली घटना पटकथा के रूप में लिखे. ഇവർ രണ്ടുപേരും തമ്മിലുള്ളതായ നടക്കുന്നതായ ആ സംഭവം സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കുക. ഉത്തരം ഇതിനെ രണ്ട് രീതിയിൽ എഴുതാം. ആദ്യത്തെ മോഡൽ ദൃശ്യ 10 സ്ഥാൻ ജംഗലി സഡക് സമയ സവേരെ 10 ബജെ പാത്ര നൗജവാൻ പക്ഷി और गाड़ी वाला. സ്ഥലം വനത്തിൽ കൂടിയുള്ള റോഡ്, സമയം രാവിലെ 10 മണി, കഥാപാത്രം യുവാവായ പക്ഷിയും വണ്ടിക്കാരനും. വിവരണം കൊടുത്തിരിക്കുന്നു. പക്ഷി പേട് पर सिमट कर बैठता है. പക്ഷി മരത്തിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നു. ദൂർ സെ ഗാഡി വാല ദിഖായി ദേത്താ ഹൈ. വളരെ ദൂരെ നിന്ന് തന്നെ വണ്ടിക്കാരനെ കാണുന്നു. പക്ഷി ബഡി ഖുഷി സെ, പക്ഷി വളരെ സന്തോഷത്തോടെ ഗാഡി വാലേ ഓ ഗാഡി വാലേ മേ കബ് സെ തുമാരെ ഇന്തസാർ കർ രഹാ ഥാ. അല്ലയോ വണ്ടിക്കാരാ, ഞാൻ എത്ര സമയമായി നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. गाड़ी वाला क्या बात है, എന്താ കാര്യം? പക്ഷി देखो मैंने कितनी सारी दीमकें जमा कर ली है. നോക്കൂ, ഞാൻ എത്രമാത്രം ചിതലുകളെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. गाड़ी वाला तो मैं क्या करूं, അതിന് ഞാൻ എന്ത് വേണം? പക്ഷി ये मेरी दीमकें तुम ले लो. ഈ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ ചിതലുകളെ നിങ്ങൾ എടുക്കൂ. और मेरे पंख मुझे वापस कर दो. എന്നിട്ട് എൻ്റെ തൂവലുകൾ എനിക്ക് തിരികെ തരൂ. गाड़ी वाला ठठाकर हंसते हुए, വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ബേവക്കൂ മേ ദീമക്കെ ബദലി പങ്ക് ലേത്താ ഹൂം. അല്ലേ മണ്ട, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകളെയാണ് സ്വീകരിക്കുന്നത്. പങ്ഖ് കെ ബദലേ ദീമക് നഹി. തൂവലുകൾക്ക് പകരം ചിതലുകളെ അല്ല.
गाड़ी वाला चला जाता है, പക്ഷി छटपटाकर रह जाता है. വണ്ടിക്കാരൻ പോകുന്നു, പക്ഷി സ്തംഭിച്ച് ഇരിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ മോഡൽ ഈ രീതിയിലാണ് ചെയ്യുന്നത്. പട്കഥ നമ്മുടെ പാഠഭാഗത്തിൽ പട്കഥ ആദ്യം തന്നിരുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ദൃശ്യ 10 ഒരു ഭാഗത്ത് സ്ഥാൻ, സമയ, പാത്ര, അതുപോലെ ലഘുവിവരൻ ഇതെല്ലാം ഒരു സൈഡിലും, മറു സൈഡിൽ സംവാദ് അഥവാ സംഭാഷണ കാര്യങ്ങളുമാണ് നമ്മൾ വലത് സൈഡിൽ കൊടുക്കേണ്ടത്. ഞാനൊന്ന് വായിക്കാം. സ്ഥാൻ ജംഗലി സഡക്, സമയ സവേരെ 10 बजे, पात्र नौजवान पक्षी और गाड़ी वाला. पक्षी पेड़ पर सिमट कर बैठा है, दूर से गाड़ी वाला दिखाई देता है. संवाद റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. पक्षी बड़ी खुशी से, गाड़ी वाले ओ गाड़ी वाले, मैं कब से तुम्हारा इंतजार कर रहा था. गाड़ी वाला क्या बात है. पक्षी देखो मैंने कितनी सारी दीमकें जमा कर ली है. गाड़ी वाला तो मैं क्या करूं. पक्षी ये मेरी दीमकें तुम ले लो और मेरे पंख मुझे वापस कर दो. गाड़ी वाला ठठाकर हंसते हुए, बेवकूफ, मैं दीमक के बदले पंख लेता हूं, पंख के बदले दीमक नहीं. गाड़ी वाला चला जाता है, പക്ഷി छटपटाकर रह जाता है. ആദ്യം കൊടുത്തിരിക്കുന്ന കാര്യത്തെ ചെയ്യുന്ന രീതി, പട്കഥ എഴുതുന്ന രീതി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചോദ്യം 10 कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തിയാക്കുക. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വാക്യ പിരമിഡ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബ്രാക്കറ്റിൽ ഊഞ്ചായി പർ നീലെ ഒന്നാമത്തെ മോഡൽ. ഈ ഒരേ ഉത്തരം തന്നെ, ഈ ഒരു ചോദ്യത്തിന് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാം. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതിയാകും. नमूना 1 ഒന്നാമത്തെ മോഡൽ. പക്ഷി उड़ता था, പക്ഷി आसमान में उड़ता था, പക്ഷി नीले आसमान में उड़ता था, പക്ഷി नीले आसमान में ऊंचाई पर उड़ता था. ഇവിടെ ഓരോ സെന്റൻസിലും പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ മോഡൽ. പക്ഷി उड़ता था, പക്ഷി आसमान में उड़ता था, പക്ഷി आसमान में ऊंचाई पर उड़ता था, പക്ഷി नीले आसमान में ऊंचाई पर उड़ता था. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 9 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പക്ഷി और दीमक कहानी के मुख्य पात्र कौन कौन है. പക്ഷി और दीमक എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്. പക്ഷിയും ചിതലും എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്. ഉത്തരം നൗജവാൻ പക്ഷി और बैलगाड़ी वाला, യുവാവായ പക്ഷിയും കാളവണ്ടിക്കാരനും. ചോദ്യം 2 പക്ഷി और दीमक कहानी और वर्तमान संस्कृति पर क्या संबंध है. പക്ഷി और दीमक എന്ന കഥയും ഇന്നത്തെ സംസ്കാരവുമായി എന്ത് ബന്ധമാണുള്ളത്. ഉത്തരം कहानी में नौजवान पक्षी और आजकल की नई पीढ़ी बिना मेहनत करके जीना चाहते हैं. കഥയിലെ യുവാവായ പക്ഷിയും ഇന്നത്തെ കാലത്തെ പുതിയ തലമുറയും അധ്വാനിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം 3 इसके में निहित सर्वनाम क्या है. इसके എന്നുള്ളതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രോനൗൺ ഏതാണ്. ഉത്തരം യഹ്. इसके എന്നുള്ളതിനെ വിഭജിക്കുമ്പോൾ കിട്ടുന്ന രൂപം യഹ് പ്ലസ് കെ, इसके. ചോദ്യം 4 खूब ऊंचाई में विशेषण क्या है. खूब ऊंचाई എന്നുള്ളതിലെ ആഡ്ജക്റ്റീവ് ഏതാണ്, വിശേഷണ പദം ഏതാണ്. ഉത്തരം खूब. ചോദ്യം 5 एकाएक एक दिन गाड़ी वाले को देखकर नौजवान पक्षी ने उससे क्या कहा. പെട്ടെന്ന് ഒരു ദിവസം വണ്ടിക്കാരനെ കണ്ടപ്പോൾ യുവാവായ പക്ഷി അയാളോട് എന്താണ് പറഞ്ഞത്. ഉത്തരം एकाएक एक दिन गाड़ी वाले को देखकर नौजवान पक्षी ने उससे कहा. പെട്ടെന്ന് ഒരു ദിവസം കാളവണ്ടിക്കാരനെ കണ്ടപ്പോൾ യുവാവായ പക്ഷി അയാളോട് പറഞ്ഞു, गाड़ी वाले ओ गाड़ी वाले, അല്ലയോ കാളവണ്ടിക്കാരാ, मैं कब से तुम्हारे इंतजार कर रहा था, ഞാൻ എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. देखो मैंने कितनी सारी दीमकें जमा कर ली है, നോക്കൂ ഞാൻ എത്രമാത്രം ചിതലുകളെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ये दीमकें ले लो और मेरे पंख मुझे वापस कर दो. ഈ ചിതലുകളെ സ്വീകരിക്കൂ, പകരം എന്റെ തൂവലുകൾ തിരികെ തരൂ. അടുത്ത ചോദ്യം 6 पिता ने जो बात कही उस बात पर मुंह मोड़कर नौजवान पक्षी गया.
അച്ഛൻ പക്ഷി പറഞ്ഞതായ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ മുഖം തിരിച്ച് യുവാവായ പക്ഷി പോയി. इसके बारे में पिता की डायरी लिखे. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് യുവാവായ പക്ഷിയുടെ അച്ഛന്റെ അല്ലെങ്കിൽ അച്ഛൻ പക്ഷിയുടെ ഡയറി തയ്യാറാക്കുക. താരീഖ്, आज मैंने एक विचित्र दृश्य देखा. തീയതി, ഇന്ന് ഞാൻ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. मेरा पुत्र एक बैलगाड़ी वाले से बातचीत कर रहा है. എൻ്റെ മകൻ ഒരു കാളവണ്ടിക്കാരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. मैंने एक पेड़ की डाली पर बैठकर देखा कि गाड़ी वाले से 2 दीमकें खरीद कर बदले में उसको एक पंख देता है. ഞാൻ ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരുന്നുകൊണ്ട് കണ്ടു, കാളവണ്ടിക്കാരനിൽ നിന്ന് 2 ചിതലുകൾ വാങ്ങി പകരം ഒരു തൂവൽ അയാൾക്ക് നൽകുന്നു. പത്താ ചല കി കുछ दिनों से ये लेन देन चल रहा है. എനിക്കറിയാൻ സാധിച്ചു കുറെ ദിവസങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ ഈ വിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുझे आश्चर्य हुआ, എനിക്ക് അത്ഭുതം തോന്നി. हमारे लिए आवश्यक खाना आसमान से ही मिलते हैं. ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ആകാശത്തിൽ നിന്ന് തന്നെ, ഞങ്ങൾ പറന്നു പോകുമ്പോൾ ആകാശത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. फिर क्यों इस प्रकार दीमकों को खरीदता है? പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ ഇത്തരത്തിൽ ചിതലുകളെ വാങ്ങുന്നത്? अपने घर आते समय उसे समझाने की कोशिश की कि दीमकें हमारा स्वाभाविक आहार नहीं है. വീട്ടിൽ വന്നപ്പോൾ അവനെ മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിച്ചു, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. ഇൻകേലി അപ്നെ പങ്ക് ദേന മൂർഖതായി, ഇവയ്ക്ക് വേണ്ടി നമ്മുടെ തൂവലുകൾ നൽകുന്നത് വിഡ്ഢിത്തമാണ്. കുച്ച് ദിൻ കെ ബാദ് ശരീർ മേ പങ്ക് ഹി നഹി ഹോഗ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിൽ തൂവലുകൾ പോലും ഉണ്ടാവില്ല. ലേക്കിൻ വഹ അൻസുനാക്കർ യഹാൻ സേ ഉഡ് ഗയ, പക്ഷേ കേൾക്കാത്ത ഭാവത്തിൽ അവൻ അവിടെ നിന്ന് പറന്നുപോയി. മേ ക്യാ കരൂം, ഞാൻ എന്ത് ചെയ്യും? ഉസ്കെ ഭവിഷ്യക്കെ ബാരെ മേ സോച്ച് കർ മേ ബഹുത് ഡർത്താ ഹൂം, അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ഞാൻ വളരെ ഭയക്കുന്നു. ഈശ്വർ സേ സുബുദ്ധി ദേ, ദൈവം അവന് സൽബുദ്ധി നൽകട്ടെ. 7ാമത്തെ ചോദ്യം, സഹി മിലാൻ കരേം. ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, नौजवान पक्षी को ऊंचे उड़ने वाले पक्षियों को दीमकें पेड़ों की ऊंची डाल तक यह बहुत सुविधा है. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, हवा में ही कीड़े मिल जाते कि दीमकों को बेच रहा है. दीमकों का शौक था अपना मठियाला लंबा घर बना लेती. ഉത്തരം, नौजवान पक्षी को दीमकों का शौक था. യുവാവായ പക്ഷിക്ക് ചിതലുകളോട് താല്പര്യമുണ്ടായിരുന്നു. ഊഞ്ചെ ഉടനെ വാലെ പക്ഷിയോങ്കോ ഹവാമേ ഹി കീടേ മിൽ ജാത്തെ, ഉയരത്തിൽ പറക്കുന്നതായ പക്ഷികൾക്ക് വായുവിൽ നിന്ന് തന്നെ കീടങ്ങൾ ലഭിക്കുമായിരുന്നു. ദീമക്കെ പേടോं की ऊंची डाल तक अपना मठियाला लंबा घर बना लेती. ചിതലുകൾ മരങ്ങളുടെ ഉയരത്തിലുള്ള കൊമ്പുകൾ വരെ തങ്ങളുടെ മണ്ണുകൊണ്ടുള്ള നീളമുള്ള വീട് ഉണ്ടാക്കുമായിരുന്നു. यह बहुत सुविधा है कि दीमकों को बेच रहा है. ഇത് വളരെ സൗകര്യമാണ്, ചിതലുകളെ വിറ്റുകൊണ്ടിരിക്കുന്നു. ചോദ്യം 8, कहानी के प्रारंभ में गाड़ी वाला और नौजवान पक्षी के बीच होने वाली बातचीत को पटकथा के रूप में लिखें. കഥയുടെ തുടക്കത്തിൽ കാളവണ്ടിക്കാരനും യുവാവായ പക്ഷിയും തമ്മിലുള്ള സംഭാഷണത്തെ സ്ക്രിപ്റ്റിന്റെ രൂപത്തിൽ, പട്കഥയുടെ രൂപത്തിൽ തയ്യാറാക്കുക. ദൃശ്യ 1, स्थान जंगली सड़क, समय सवेरे 10 बजे, पात्र नौजवान पक्षी और गाड़ी वाला. ദൃശ്യം 1, സ്ഥലം വനത്തിൽ കൂടിയുള്ള റോഡ്, സമയം രാവിലെ 10 മണി, കഥാപാത്രങ്ങൾ യുവാവായ പക്ഷിയും കാളവണ്ടിക്കാരനും. ലഘൂകരണം, നൗജവാൻ പക്ഷി ദൂർ സേ ഗാഡി വാലേക്കു ദേഖ്താ ഹൈ. യുവാവായ പക്ഷി വളരെ ദൂരെ നിന്ന് തന്നെ കാളവണ്ടിക്കാരനെ കാണുന്നു. वह नीचे उतरकर एक पेड़ की डाली पर बैठता है. യുവാവായ പക്ഷി താഴേക്ക് പറന്നു വന്ന് ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുന്നു. പക്ഷി, ഓ ഗാഡി വാലേ തും ക്യാ ബേച്ച് രഹേ ഹോ, അല്ലയോ വണ്ടിക്കാരാ നിങ്ങൾ എന്താണ് വിറ്റുകൊണ്ടിരിക്കുന്നത്? ഗാഡി വാല, ദേഖാ നഹി ദീമകേ ബേച്ച് രഹാ, കണ്ടില്ലേ ചിതലുകളെ വിറ്റുകൊണ്ടിരിക്കുന്നു. പക്ഷി ബഡി ഖുഷി സെ, വളരെ സന്തോഷത്തോടെ, ഗാഡി വാലേ മുझे भी दीमकें चाहिए, എനിക്കും ചിതലുകൾ വേണം. ഗാഡി വാല, ദീമക്കോं के बदले तुम्हारा पंख देना है, ചിതലുകൾക്ക് പകരമായി നിന്റെ തൂവലുകൾ തരണം. പക്ഷി, കിത്നെ പങ്ക്, എത്ര തൂവലുകൾ വേണം? ഗാഡി വാല, 2 दीमकों के लिए 1 पंख, 2 ചിതലുകൾക്ക് പകരമായി ഒരു തൂവൽ.
പക്ഷി ना है ഇത്രയേ ഉള്ളോ ये लो एक पंख ഇതാ ഒരു തൂവൽ दो दीमक दो രണ്ട് ചിതലുകളെ തരൂ गाड़ी वाला ठीक है लो दो दीमकें ഇതാ എടുത്തുള്ളൂ രണ്ട് ചിതലുകൾ പക്ഷി सारे दिन यहाँ हो എല്ലാ ദിവസവും ഇവിടെ വരൂ हमारा लेन देन जारी रहेगा നമ്മുടെ ഈ വിനിമയം ഈ കൊടുക്കൽ വാങ്ങൽ തുടരും गाड़ी वाला ठीक है कल मिलेंगे ശരി നാളെ കാണാം ചോദ്യം 9 कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें बैल नौजवान ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ बैल नौजवान ചോദ്യം പക്ഷി देखता है പക്ഷി गाड़ी को देखता है ഈ ചോദ്യത്തിനും രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാം നമൂന 1 പക്ഷി देखता है പക്ഷി गाड़ी को देखता है नौजवान പക്ഷി गाड़ी को देखता है नौजवान പക്ഷി बैलगाड़ी को देखता है ഇവിടെയും മൂന്നാമത്തെയും നാലാമത്തെയും വാക്യങ്ങളിൽ പുതിയതായി ചേർത്തിരിക്കുന്ന വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ മോഡൽ പക്ഷി देखता है പക്ഷി गाड़ी को देखता है പക്ഷി बैलगाड़ी को देखता है नौजवान പക്ഷി बैलगाड़ी को देखता है മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ 9 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം नौजवान പക്ഷി को क्या खाने का शौक था യുവാവായ പക്ഷിക്ക് എന്ത് തിന്നുന്നതിനോടായിരുന്നു താല്പര്യം ഉത്തരം नौजवान പക്ഷി को दीमकें खाने का शौक था യുവാവായ പക്ഷിക്ക് ചിതലുകളെ തിന്നുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു ചോദ്യം 2 एक एक दिन पंख देने से नौजवान പക്ഷി का क्या हाल हुआ ഓരോ ദിവസവും തൂവലുകൾ നൽകിയത് മുഖാന്തരം യുവാവായ പക്ഷിക്ക് എന്ത് അവസ്ഥയാണ് ഉണ്ടായത് उत्तरम एक एक दिन पंख देने से नौजवान പക്ഷി ऊंचाइयों पर उड़ नहीं सकता था ഓരോ ദിവസവും തൂവലുകൾ നൽകിയതിനാൽ യുവാവായ പക്ഷിക്ക് ഉയരങ്ങളിൽ പറക്കാൻ കഴിയാതിരുന്നു ചോദ്യം 3 ഇൻഹോനെ മേ നിഹിത് സർവനാം ക്യാ ഹൈ ഇൻഹോനെ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രോനൗൺ ഏതാണ് ഉത്തരം എ ഈ ഇൻഹോനെ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എ പ്ലസ് നെ ഇൻഹോനെ ചോദ്യം 4 കാലി ബില്ലി മേ വിശേഷൺ ക്യാ ഹൈ കാലി ബില്ലി എന്നുള്ളതിലെ ആഡ്ജക്റ്റീവ് അഥവാ വിശേഷണ പദം ഏതാണ് ഉത്തരം കാലി ചോദ്യം 5 अपने स्कूल में पक्षी और दीमक कहानी को एकांगी के रूप में मंचन करने जा रहे हैं നിങ്ങളുടെ സ്കൂളിൽ പക്ഷി और दीमक എന്ന കഥയെ നാടകത്തിന്റെ ഏകാംഗത്തിന്റെ രൂപത്തിൽ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നു इसके लिए एक पोस्टर तैयार करें അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക പോസ്റ്റർ ഈ പോസ്റ്റർ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഇത് വിവരണാത്മക പോസ്റ്റർ ആണ് പോസ്റ്റർ തന്നെ രണ്ട് തരത്തിലുണ്ട് വിവരണാത്മക പോസ്റ്റർ അതുപോലെ തന്നെ സന്ദേശാത്മക പോസ്റ്റർ ഇവിടെ വിവരണാത്മക പോസ്റ്റർ ആണ് ഒന്നാമത്തെ മോഡൽ नवीन कक्षा के छात्रों की ओर से एक बेवकूफ नौजवान पक्षी की कहानी 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മണ്ടനായ യുവാവായ പക്ഷിയുടെ കഥ പക്ഷി और दीमक एकांगी के रूप में പക്ഷി और दीमक ഏകാംഗത്തിന്റെ രൂപത്തിൽ സ്കൂൾ സഭാഗൃഹമേ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം സെന്റ് ജോസഫ്സ് HSS തിരുവനന്തപുരം നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഇവിടെ എഴുതി ചേർക്കുക 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ സ്കൂളിന്റെ പേര് സ്ഥലം ഒക്കെ ഉൾപ്പെടുത്താം പക്ഷേ 10ാം ക്ലാസ്സിലെ കുട്ടികൾ തങ്ങൾ ഏത് സ്കൂളിലാണെന്നും ഏത് സ്ഥലമാണെന്നും നമ്മുടെ ആൻസർ പേപ്പറിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ഈ നാടകം നടത്തുന്ന തീയതിയും അതുപോലെ ഏത് സമയം എന്നുള്ളതും കൊടുത്തിരിക്കുന്നു 2020 അഗസ്റ്റ് 25 को 2020 എന്ന് തന്നെ ഇത് ഉച്ചരിക്കുക 2020 ഓഗസ്റ്റ് 25 സവേരെ 11 ബജെ രാവിലെ 11 മണിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം एक बेवकूफ नौजवान पक्षी की कहानी മണ്ടനായ യുവാവായ പക്ഷിയുടെ കഥ പക്ഷി और दीमक एकांगी के रूप में ഏകാംഗീകരൻ നവീൻ കക്ഷാ കെ ഛാത്ര നാടക അവതരണം 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സ്ഥലം സ്കൂൾ സഭാഗൃഹ താരീഖ് 25 അഗസ്റ്റ് 2020 समय सवेरे 11 बजे सबका स्वागत सेंट जोसेफ्स HSS തിരുവനന്തപുരം ആറാമത്തെ ചോദ്യം पिता ने जो बात कही उस बात पर मुंह मोड़कर नौजवान पक्षी गया അച്ഛൻ പറഞ്ഞ കാര്യത്തെ കേട്ട ഭാവം പോലും നടിക്കാതെ യുവാവായ പക്ഷി പോയി
इसका विवरण करते हुए अपने मित्र के नाम पर पिता का पत्र तैयार करें. ഇതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് തന്റെ സുഹൃത്തിന്റെ പേരിൽ ഈ യുവാവായ പക്ഷിയുടെ അച്ഛൻ എഴുതുന്ന രീതിയിലുള്ളതായ കത്ത് തയ്യാറാക്കുക. ഉത്തരം കത്ത് ബോക്സിനുള്ളിലായിരിക്കണം. ഈ മുൻപ് തന്നെ കത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരം സ്ഥാൻ താരീഖ്, സ്ഥലം തീയതി. പ്രിയ മിത്ര, പ്രിയ കൂട്ടുകാരാ, തും കേസേ ഹോ, കുശൽ സേ ഹോ നാ, നിനക്ക് സുഖമാണോ? തുമാരാ പത്ര മിൽനെ സേ അനേക് ദിൻ ഹോ ഗए, നിന്റെ കത്ത് കിട്ടിയിട്ട് അനേകം ദിവസങ്ങളായി. ഏക് വിശേഷ് ബാത് ബതാനെ കെ ലിയേ പത്ര ലിഖ് രഹാ ഹൂം, ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആജ് मैंने एक विचित्र दृश्य देखा, ഇന്ന് ഞാൻ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. मेरा पुत्र एक बैलगाड़ी वाले को अपना पंख देकर उससे 2 दीमकें खरीदता है. എന്റെ മകൻ ഒരു കാളവണ്ടിക്കാരന് തന്റെ തൂവലുകൾ നൽകി പകരം 2 ചിതലുകളെ വാങ്ങുന്നു. पता चला कि कुछ दिनों से ये लेन देन चल रहा है, അറിയാൻ സാധിച്ചു കുറെ ദിവസങ്ങളായി ഈ വിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. हमारे लिए आवश्यक खाना आसमान से ही मिलते हैं ना, ഞങ്ങൾക്ക് വേണ്ടതായ ആഹാര സാധനം ആകാശത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വായുവിൽ നിന്ന് തന്നെ ലഭിക്കുന്നില്ലേ? फिर क्यों इस प्रकार दीमकों को खरीदता है, പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചിതലുകളെ വാങ്ങുന്നത്? घर आते समय उसे समझाने की कोशिश की कि दीमकें हमारा स्वाभाविक आहार नहीं है. വീട്ടിലെത്തിയപ്പോൾ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിച്ചു, ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. ഇൻകെ ലിയേ അപ്നെ പങ്ക് ദേന മൂർഖത ഹെ, ഇവയ്ക്ക് വേണ്ടി തങ്ങളുടെ തൂവൽ നൽകുക എന്നുള്ളത് വിഡ്ഢിത്തമാണ്. കുച്ച് ദിൻ കെ ബാദ് ശരീർ മേ പങ്ക് ഹി നഹി രഹേഗ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിൽ തൂവൽ പോലും ഉണ്ടായിരിക്കില്ല. ലേക്കിൻ വഹ അൻസുനാ കർ യഹാ സേ ഔഡ് ഗയ, പക്ഷേ അവൻ കേട്ട ഭാവം പോലും നടിക്കാതെ അവിടെ നിന്ന് പറന്നുപോയി. मैं क्या करूं, ഞാൻ എന്ത് ചെയ്യാം? उसके भविष्य के बारे में सोचकर मैं बहुत डरता हूं, അവന്റെ ഭാവിയെ സംബന്ധിച്ച് ഓർത്തിട്ട് ഞാൻ വളരെ ഭയക്കുന്നു. ഈശ്വർ ഉസേ സുബുദ്ധി ദേൻ, ദൈവം അവന് സൽബുദ്ധി നൽകട്ടെ. घर वालों को मेरा नमस्कार, जल्दी ही इस पत्र की जवाब दो. വീട്ടിലുള്ളവർക്ക് എന്റെ നമസ്കാരം, വേഗം തന്നെ ഇതിന് മറുപടി നൽകൂ. ജവാബ് की प्रतीक्षा में तुम्हारा मित्र हस्ताक्षर न, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ സിഗ്നേച്ചർ ന. ഹസ്താക്ഷർ എന്നേ എഴുതാവൂ, ഒപ്പ് ഒരു കാരണവശാലും ഇടരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പിത എന്നുള്ളതിന് പകരം അച്ഛൻ പക്ഷി, അതിന് പകരം നമ്മളിവിടെ നാം എന്ന് കൊടുത്താൽ മതിയാകും. സേവാമേ നാം പത, അവസാനം കൊടുത്തിരിക്കുന്ന അഡ്രസ് ടു, പേര്, അഡ്രസ്. ചോദ്യം 7, സഹി മിലാൻ കറേ. ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, नौजवान पक्षी को पक्षी चोंच में दीमकें दबाकर पक्षी तीसरे पहर नीचे उतरता, पक्षी ने सोचा. വലത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, और गाड़ी वाले से दीमकें खरीदता, पंख तोड़ने में तकलीफ होती है कि यह बहुत बड़ी सुविधा है, फुर से उड़ जाता है. ഉത്തരം नौजवान पक्षी को पंख तोड़ने में तकलीफ होती है, യുവാവായ പക്ഷിക്ക് തൂവലുകളെ അടർത്തിയെടുക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പക്ഷി ചോഞ്ച് മേ ദീമക്കെ ദബാക്കർ ഫുർ സേ ഉഡ് ജാതാ ഹൈ, പക്ഷി ചുണ്ടിൽ ചിതലുകളെ ഒതുക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ പറന്നു പോകുന്നു. പക്ഷി തീസരെ പഹർ നീച്ചെ ഉതർത്ത और गाड़ी वाले से दीमकें खरीदता, പക്ഷി 3-ാം യാമത്തില് താഴേക്ക് ഇറങ്ങി വരികയും കാളവണ്ടിക്കാരിൽ നിന്ന് ചിതലുകളെ വാങ്ങുകയും ചെയ്യുമായിരുന്നു. പക്ഷി ने सोचा कि ये बहुत बड़ी सुविधा है, പക്ഷി ചിന്തിച്ചു ഇത് വളരെ സൗകര്യമാണല്ലോ. 8ാമത്തെ ചോദ്യം, नौजवान पक्षी और अपने पिता के बीच वार्तालाप तैयार करें. യുവാവായ പക്ഷിയും തന്റെ പിതാവും തമ്മിലുള്ളതായ സംഭാഷണം തയ്യാറാക്കുക. ഈ കഥയിൽ യുവാവായ പക്ഷിയും പിതാവും തമ്മിൽ ഉള്ളതായ ഭാഗം ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വാർത്താലാപ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാർത്താലാപ് എപ്പോഴും കഥാപാത്രങ്ങളുടെ പേരിനടിയിലേക്ക് ഡയലോഗ് കയറ്റി എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാ, ബേട്ടാ मैं तुझसे एक बात पूछना चाहता हूं. മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. नौजवान पक्षी, क्या है पिताजी, എന്താ അച്ഛാ? പിതാ, गाड़ी वाले से दीमकें खरीद कर खाना उचित नहीं है बेटा, വണ്ടിക്കാരിൽ നിന്ന് ചിതലുകളെ വാങ്ങി തിന്നുന്നത് ഉചിതമല്ല മോനെ. नौजवान पक्षी, क्यों पिताजी, दीमकें बहुत स्वादिष्ट हैं. അതെന്താ അച്ഛാ,
ചിതലുകൾ വളരെ രുചികരമാണ് പിതാ. ഹോഗ ലേക്കിൻ ദീമക് ഹമാരാ സ്വാഭാവിക ആഹാർ നഹി ഹൈ. ആയിരിക്കും, പക്ഷേ ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരം അല്ല. നൗജവാൻ പക്ഷി പിതാജി ഹമേ ഖാന ढूंढ लेने की आवश्यकता नहीं. അച്ഛാ, നമുക്ക് ഈ ഭക്ഷണം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഗാഡിവാല സാരാ ദിൻ ദീമകേ ലാത്താ ഹൈ. വണ്ടിക്കാരൻ എല്ലാ ദിവസവും ചിതലുകളെ കൊണ്ടുവരുന്നു. പിതാ ദീമക്കോ के लिए अपने पंख दे दो, बाद में आसमान में उड़ नहीं सकेगा. ചിതലുകൾക്ക് വേണ്ടി തൂവലുകൾ നൽകി കഴിഞ്ഞാൽ പിന്നീട് ആകാശത്തിൽ പറക്കാൻ കഴിയില്ല. നൗജവാൻ പക്ഷി कोई बात नहीं पिताजी, ऐसा नहीं होगा. ഒരു കുഴപ്പമില്ല അച്ഛാ, ഒന്നും സംഭവിക്കില്ല. പിതാ ബേഠാ മേരാ कहना മാനോ. മോനെ, ഞാൻ പറയുന്ന അനുസരിക്കൂ. नहीं तो बड़ी कीमत चुकाना पड़ेगा. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. नौजवान പക്ഷി कोई बात नहीं पिताजी, ഒരു കുഴപ്പമില്ല അച്ഛാ. ഗാഡിവാല ആനെ കാ സമയ ഹൈ. വണ്ടിക്കാരൻ വരേണ്ട സമയമായി. मैं जल्दी जाकर उससे दीमक खरीदूं. ഞാൻ വേഗം ചെന്ന് അയാളിൽ നിന്ന് ചിതലുകളെ വാങ്ങട്ടെ. ചോദ്യം 9. कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. मठियाला अपना. ചോദ്യം ദീമക് ഘർ ബനാത്തി ഹെ, ദീമക് ലംബ ഘർ ബനാത്തി ഹെ. ഇവിടെയും രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ രീതി ദീമക് ഘർ ബനാത്തി ഹെ, ദീമക് ലംബ ഘർ ബനാത്തി ഹെ, ദീമക് അപ്ന ലംബ ഘർ ബനാത്തി ഹെ, ദീമക് അപ്ന മഠിയാല ലംബ ഘർ ബനാത്തി ഹെ. ചിതൽ വീടുണ്ടാക്കുന്നു, ചിതൽ നീളമേറിയ വീടുണ്ടാക്കുന്നു, ചിതൽ തൻ്റെ നീളമേറിയ വീടുണ്ടാക്കുന്നു, ചിതൽ തൻ്റെ മണ്ണുകൊണ്ടുള്ള നീളമേറിയ വീട് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ മോഡൽ വാക്കുകൾ നേരത്തെ ആദ്യം കൊടുത്തിരിക്കുന്ന നിന്ന് വ്യത്യസ്തമായി വാക്കുകൾ മാറ്റി കൊടുത്തിരിക്കുന്നതാണ്. രണ്ടാമത് ദീമക് ഘർ ബനാത്തി ഹെ, ദീമക് ലംബ ഘർ ബനാത്തി ഹെ, ദീമക് മഠിയാല ലംബ ഘർ ബനാത്തി ഹെ, ദീമക് അപ്ന മഠിയാല ലംബ ഘർ ബനാത്തി ഹെ. ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ആകെ 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി കാണുക, നിങ്ങളുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുക. ഇതിൻ്റെ 4 മുതൽ 7 വരെയുള്ളതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.